നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് കർഷകൻ മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ചെമ്മട്ടംവയൽ അടമ്പിൽ സ്വദേശി എ കുഞ്ഞിരാമൻ ആണ് മരിച്ചത്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതോടെ നാം ലോകത്തിനു മുന്നിൽ മാതൃകയായിരിക്കുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ KK ശൈലജ ടീച്ചർ MLA പറഞ്ഞു. LDF പടന്ന പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും മുണ്ട്യ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇടത് വലത് മുന്നണികളാണെന്ന് കർണാടകയിലെ BJP നേതാവ് നളീൻ കുമാർ കട്ടീൽ. പൈവെള്ളികെ പഞ്ചായത്ത് BJP പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് കലക്ടറേറ്റിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെയർ ഹൗസ് തുറന്നു. തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തുടങ്ങി. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. KPPA ജില്ലാ പ്രസിഡന്റ് H ഹരിഹരൻ പതാക ഉയർത്തി. സമ്മേളനം KPPA സംസ്ഥാന ജനറൽ സെക്രട്ടറി T സുഹൈബ് ഉദ്ഘാടനം ചെയ്തു. മുട്ടുന്തല മഖാം ഉറുസിന് തുടക്കമായി. സമസ്ത സംസ്ഥാന പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തു ഗാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടശ്ശേരി കുന്നുമേൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര പ്രതിഷ്ഠാദിന ഉത്സവം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. കളിയാട്ട മഹോത്സവം 11 മുതൽ 16 വരെ തീയതികളിലായി നടക്കും. വാർത്തകൾ വിശദമായി. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് കർഷകൻ മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ചെമ്മട്ടംവയൽ അടമ്പിൽ സ്വദേശി എ കുഞ്ഞിരാമനാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെ സ്വന്തം തോട്ടത്തിലേക്ക് അടയ്ക്ക ശേഖരിക്കുന്നതിനായാണ് ഇദ്ദേഹം പോയത്. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാണ് കുഞ്ഞിരാമനെ തോട്ടത്തിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഹോസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാണ് കുഞ്ഞിരാമനെ തോട്ടത്തിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത്. ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഹോസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കുഞ്ഞിരാമൻ നേരത്തെ ദിനേശ് BD കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. തദ്ദേശ പോര്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിച്ചതോടെ നാം ലോകത്തിനു മുന്നിൽ മാതൃകയായിരിക്കുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ KK ശൈലജ ടീച്ചർ MLA പറഞ്ഞു. LDF പടന്ന പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും മുണ്ട്യ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതോടെ നാം ലോകത്തിനു മുന്നിൽ മാതൃകയായിരിക്കുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ KK ശൈലജ ടീച്ചർ MLA പറഞ്ഞു. LDF പടന്ന പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും മുണ്ട്യ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ഇത്തരം നിലപാടുകളാണെന്നും അവർ പറഞ്ഞു. കേന്ദ്രം സംസ്ഥാനങ്ങളെ പിഴിഞ്ഞെടുത്ത് സമ്പന്നരെ സഹായിക്കുകയാണെന്നും കേരളത്തിന് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചുവെച്ചിട്ടും കേരളം ഒന്നാമതായി തലയുയർത്തി നിൽക്കുകയാണെന്നും ടീച്ചർ പറഞ്ഞു. കൂടുതൽ വളർച്ചയിലേക്ക് പോകുമായിരുന്ന ആ പ്രദേശങ്ങൾ ഇപ്പോൾ മുരടിപ്പിലാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ തുടർച്ചയായി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റുകയുണ്ടായി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം നിരവധി തവണ ഇടതുപക്ഷം വന്നു. 2016 ശേഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ജനങ്ങൾ ഭരണമേൽപ്പിച്ചു. അതിൻ്റെ ഗുണം ഈ നാട് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ തന്നെ ഒരു മാതൃകയായി കേരളത്തിൻ്റെ പ്രവർത്തന രീതി ആഘോഷിക്കപ്പെടുകയാണ്. പലരും നമ്മളിൽ നിന്ന് പലതും പഠിക്കാൻ ഇങ്ങോട്ട് പോരുകയാണ്.
നമുക്കറിയാം ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ നല്ല ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം സുഖകരമായി ജീവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ള തത്വശാസ്ത്രമാണ് ഇടതുപക്ഷ ആശയഗതികൾ. ചടങ്ങിൽ MKC അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. LDF പ്രകടന പത്രിക MLA ചലച്ചിത്ര നടൻ PP കുഞ്ഞികൃഷ്ണന് കൈമാറി പ്രകാശനം ചെയ്തു. ബംഗളം കുഞ്ഞികൃഷ്ണൻ, രജീഷ് വെള്ളാട്ട്, മാധവൻ മണിയറ, K ബാലകൃഷ്ണൻ, PP നാരായണൻ, TP കുഞ്ഞബ്ദുള്ള, PK പവിത്രൻ, M സുമേഷ്, V ശിവദാസ്, KV ബിന്ദു, K ദാമു, TP ഹാഷിം, KV ഗോപാലൻ, PP കുഞ്ഞികൃഷ്ണൻ, LDF സ്ഥാനാർത്ഥികളായ സരീന സലാം, PC സുബൈദ, MP ബിജീഷ് എന്നിവർ സംസാരിച്ചു. C കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി മൂസ ഹാജി മുക്ക് വഴി മുണ്ടിയ പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇടത് വലതു മുന്നണികളാണെന്ന് കർണാടകയിലെ BJP നേതാവ് നളീൻ കുമാർ കട്ടീൽ പൈവെളികെ പഞ്ചായത്ത് BJP പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ಕಾರ್ಯಕ್ರಮ ಉದ್ಘಾಟನೆಗೊಳ್ಳುತ್ತಾಯಿದೆ. കർണാടകയിലെ BJP നേതാവ് നളീൻ കുമാർ കട്ടീൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരേ ഭൂപ്രകൃതിയും സമാനമായ വിഭവശേഷിയുമുള്ള അതിർത്തി ജില്ലകളായ ദക്ഷിണ കന്നഡ ജില്ലയും കാസർഗോഡും തമ്മിൽ വികസനത്തിൽ വലിയ അന്തരമാണുള്ളതെന്നും കാസർഗോഡ് ജില്ലയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇടത് വലത് മുന്നണികളാണെന്നും നളീൻ കുമാർ കട്ടീൽ പറഞ്ഞു. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി വേട്ടയാടിയിട്ടും BJP RSS പ്രവർത്തകരുടെ ആവേശം ഇല്ലാതാക്കുവാൻ CPM-ന് സാധിച്ചിട്ടില്ലെന്നും KT ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെയുള്ള ബലിദാനികൾ എന്നും പ്രേരണാ സ്രോതസ്സായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 22 ಜನ ಸಂಘದ ಕಾರ್ಯಕರ್ತರ ಹತ್ಯೆಗಳಾಯಿತು. ಕಮ್ಯುನಿಸ್ಟ್ ಕೇವಲ BJP RSS ಹತ್ಯೆಗಳನ್ನು ಮಾಡತಕ್ಕಂಥ ಪ್ರಯತ್ನಗಳಾಯಿತು. ಹೇಳಿದ್ರೆ ಈ ರಾಜ್ಯದ ಅಭಿವೃದ್ಧಿಯ ಬಗ್ಗೆ ಚಿಂತೆ ಇಲ್ಲ. ನಾನಿವತ್ತು ಅಭಿನಂದನೆ ನರೇಂದ್ರ ಮೋದಿಗೆ ಸಲ್ಲಿಸ್ತೇನೆ. ಇವತ್ತು ಕೇರಳದಲ್ಲಿ ಗ್ಯಾಸ್ ಪೈಪ್ ಲೈನ್ಗಳು ಹೋಗ್ತಾ ಇದೆ. ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಮನೆ ಮನೆಗಳಿಗೆ ಪೈಪ್ ಲೈನ್ ಮುಖಾಂತರ ಗ್ಯಾಸ್ ಬರ್ತಾ ಇದೆ. ಇದಕ್ಕೆ ಕಾರಣ ನರೇಂದ್ರ ಮೋದಿಯ ಸರ್ಕಾರ. ಕಾಸರಗೋಡಿಂದ ಮಂಗಳೂರುವರೆಗೆ ಇವತ್ತು ಹಿಂದೆ ಹೋಗಲಿಕ್ಕೆ 1.5 ಗಂಟೆಗಳು ಬೇಕಿತ್ತು. ಬಂಧುಗಳೇ, ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ನೀವು 30 ನಿಮಿಷದಲ್ಲಿ ಕಾಸರಗೋಡಿಂದ ಮಂಗಳೂರು ತಲುಪ್ತೀರಿ. ಇದಕ್ಕೆ ಅತಿ ದೊಡ್ಡದಾಗಿರ್ತಕ್ಕಂಥ ಕೊಡುಗೆ ನರೇಂದ್ರ ಮೋದಿದ್ದು ರಸ್ತೆ, ಚತುಷ್ಪಥ ರಸ್ತೆಗಳ ನಿರ್ಮಾಣ. ಮಂಗಳೂರಿನಿಂದ ಕಾಸರಗೋಡಿಂದ ತಿರುವನಂತಪುರ ರಾತ್ರಿ ಗೊತ್ತರ ಬೆಳಗಿನವರೆಗೆ ಹೋಗಬೇಕಿತ್ತು. ಇವತ್ತು ಒಂದೇ ಭಾರತ ಟ್ರೈನ್ ಮುಖಾಂತರ ನೀವು 6 ಗಂಟೆ ಒಳಗಡೆ ಕಾಸರಗೋಡಿಂದ ತಿರುವನಂತಪುರ ತಲುಪುವುದಕ್ಕೆ ಕೊಡುಗೆ ಯಾರು? ಅದು ನರೇಂದ್ರ ಮೋದಿಯ ಸರ್ಕಾರದ ಕೊಡುಗೆ. BJP മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ആദർശ് BM അധ്യക്ഷത വഹിച്ചു. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP ഉത്തരമേഖലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ റൈ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് മണികണ്ഠ റൈ, ജില്ലാ സെക്രട്ടറിമാരായ മധു N, ലോകേഷ് നോണ്ട, ST മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK കയ്യാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി യതിരാജ്, പൈവളികെ പഞ്ചായത്ത് നോർത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സത്യശങ്കർ ഭട്ട്, പൈവളികെ പഞ്ചായത്ത് സൗത്ത് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സുബ്രഹ്മണ്യ ഭട്ട്, മുതിർന്ന നേതാക്കളായ MK ഭട്ട്, ശിവറാം ഷെട്ടി, കൊജപ്പെ എന്നിവർ സംസാരിച്ചു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും പുഷ്പാർച്ചനയും ഇതോടൊപ്പം നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കലക്ട്രേറ്റിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെയർ ഹൗസ് തുറന്നു. തിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തുടങ്ങി. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ K ഇമ്പശേഖറിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ട്രേറ്റിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെയർ ഹൗസ് തുറന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തുടങ്ങി. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് വെയർ ഹൗസ് തുറന്നത്. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഗോപകുമാർ, EVM നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ലിപു S ലോറൻസ്, ഇലക്ഷൻ ജൂനിയർ സൂപ്രണ്ട് രാജീവ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഡെപ്യൂട്ടി ഡയറക്ടർ KV ഹരിദാസ്, ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർമാർ, പഞ്ചായത്ത് ബ്ലോക്ക് മുനിസിപ്പൽ സെക്രട്ടറിമാർ, വിവിധ നിയോജക മണ്ഡലങ്ങളിലെ വരണാധികാരികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വെയർ ഹൗസ് തുറക്കുമ്പോൾ കനത്ത പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ 100% സീറ്റുകളും UDF തൂത്തുവാരുമെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA.
കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണന്റെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 100% സീറ്റുകളും UDF തൂത്തുവാരുമെന്ന് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണന്റെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രചരണ പൊതുയോഗം കാലിക്കടവ് ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നടപടിയില്ലാത്ത LDF ഭരണത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പിൻവാതിൽ നിയമനങ്ങൾ എത്രയാണ് നടത്തിയതെന്ന് നിയമസഭയിൽ ഞാൻ ചോദ്യമുന്നയിച്ചപ്പോൾ 3 ലക്ഷം പേരെയാണ് രേഖാമൂലം മറുപടി തന്നു. CPM-കാരുടെയും പാർട്ടി നേതാക്കളുടെയും ബന്ധുക്കളുമായി 10,000-ങ്ങളെയാണ് നിയമിച്ചതെന്ന് ഇത് വ്യക്തമാക്കുന്നതായി ചെന്നിത്തല പറഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര ആളുകളെ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചു? പിൻവാതിലൂടെ 3 ലക്ഷം പേരെയാണ്. ഈ ഗവൺമെന്റ് 3 ലക്ഷം പേരെയാണ് പിൻവാതിലൂടെ നിയമിച്ചത്. ബോർഡുകളിൽ, കോർപ്പറേഷനുകളിൽ, ഇലക്ട്രിസിറ്റി ബോർഡിൽ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ 3 ലക്ഷം പേരെ ഇന്റർവ്യൂ ഇല്ലാതെ, എഴുത്ത് പരീക്ഷയില്ലാതെ നിയമിച്ച ഒരു ഗവൺമെന്റ്. അതിൽ 80% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കളും ബന്ധുക്കളും സഹപ്രവർത്തകരുമാണ്. ഇതാണോ കേരളത്തിൽ ഉണ്ടാക്കിയത്? PSC റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് ഒരു നിയമനം കിട്ടാതെ കഷ്ടപ്പെടുന്ന റാങ്ക് ഹോൾഡർമാർ കേരളത്തിൽ എത്രയുണ്ട്? പഞ്ചായത്ത് UDF ചെയർമാൻ നിഷാം പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ വെള്ളിക്കോത്ത്, KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, CMP ജില്ലാ സെക്രട്ടറി TV ഉമേശൻ, KP പ്രകാശൻ, KV ഗംഗാധരൻ, രവി കുളങ്ങര, AV കുഞ്ഞികൃഷ്ണൻ, MP മനോഹരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മുട്ടുന്തല മഖാമുറൂസിന് തുടക്കമായി. സമസ്ത സംസ്ഥാന പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തു ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസംബർ 2 മുതൽ 10 വരെ നടക്കുന്ന മുട്ടുന്തല മഖാമുറൂസിന് തുടക്കമായി. സമസ്ത സംസ്ഥാന പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രധാനമായത് ആ ദഴവത്ത് ചെയ്യപ്പെടുന്നതായ പ്രബോധകന്റെ ജീവിത രീതി അവരെ പിൻവലിക്കുകയിലേക്ക് പകർത്തപ്പെടുന്നത്. അതായത് മഹാന്മാരാകുന്ന സഹാബത്തൊക്കെ തങ്ങളുടെ പിന്നാലെ ഒപ്പം കൂടി തങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ അംഗങ്ങളും അക്ഷരങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു. മുട്ടുന്തല ജമാഅത്ത് പ്രസിഡന്റ് സൺലൈറ്റ് അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ചീഫ് ഇമാം ഹാഫിസ് മസൂദ് ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി. ഇർഷാദ് സൺലൈറ്റ് സ്വാഗതം പറഞ്ഞു. ബഷീർ വെള്ളിക്കോത്ത്, C കുഞ്ഞാമത് ഹാജി പാലക്കി, റഷീദ് മുട്ടുംതല, ബിസ്മില്ല അബ്ദുല്ല ഹാജി, അബ്ദുൽ ഖാദർ ഹാജി റഹ്മത്ത്, മൊയ്തു മമ്മു ഹാജി, ഇബ്രാഹിം ആവിക്കൽ, മുഹമ്മദ് കുഞ്ഞി വടക്കുംപുറം, സമീർ അബൂബക്കർ, ലത്തീഫ് റഹ്മത്ത്, ഫാറൂഖ് സൂപ്പർ, ബദ്രുദ്ദീൻ സൺലൈറ്റ്, ഹൈദർ മാസ്റ്റർജി, ജാഫർ ദിനാർ, ഇല്യാസ് PP, മജീദ് ദിനാർ, ഷെരീഫ് മാണിക്കോത്ത്, റാഷിദ് കണ്ടത്തിൽ, ഷക്കീർ LK, അർഷാദ് MA, സാദിഖ് ഉമർ, റഷീദ് ദിനാർ, മുഷ്താഖ് അഹമ്മദ്, ഫൈസൽ സൂപ്പർടെക്, M കുഞ്ഞിമൊയ്തീൻ ഹാജി, ഉസ്മാൻ പാറപ്പള്ളി, MA റഹ്മാൻ, അഹമ്മദ് കോളിച്ചാൽ, മുഹമ്മദ് കുഞ്ഞി വടക്കൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പല്ലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ന്യൂ ഇയർ ഗാല വിത്ത് പല്ലേഡിയം ഡിസംബർ 31 നടക്കും. ടിക്കറ്റ് ലോഞ്ചിങ് പല്ലേഡിയം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ന്യൂ ഇയർ ഗാല വിത്ത് പലേഡിയം ഡിസംബർ 31 നടക്കും.
ടിക്കറ്റ് ലോഞ്ചിംഗ് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. ആദ്യ ടിക്കറ്റ് വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത പ്രശസ്ത ബ്ലോഗർ കാഞ്ഞങ്ങാട് ഫുഡീസിന് ടിക്കറ്റ് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ജനറൽ മാനേജർ കൃഷ്ണപ്രസാദ് V. നമ്പ്യാർ എല്ലായ്പ്പോഴും തന്നെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് അത് ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള മണികണ്ഠൻ മേലത്തായാലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബമായാലും അദ്ദേഹത്തിന്റെ ജീവനക്കാരായാലും മാനേജറായാലും എല്ലാവരും ഏറ്റവും നല്ല രൂപത്തിലാണ് ഈ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും ആത്മാർത്ഥമായി ഈ ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ച അവരിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സുധീഷിനും ബ്ലോഗർക്കും എല്ലാ വിധത്തിലുമുള്ള വിജയാശംസകൾ നേരുകയാണ്. ഒരുപാട് ലോകമറിയുന്ന വ്ളോഗർമാരിൽ ഒരാളായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ന്യൂ ഇയറിൻ്റെ എല്ലാവരും ഇപ്പോൾ ആഘോഷങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സാണ് എല്ലാ മനുഷ്യൻ്റെയും. എല്ലാ ദിവസങ്ങളും ആഘോഷങ്ങളാക്കി മാറ്റാൻ വേണ്ടി താല്പര്യമുള്ളവരാണ് മനുഷ്യൻ. കാരണം കോവിഡൊക്കെ തന്നിട്ടുള്ള ഒരു തിരിച്ചറിവാണെന്ന് തോന്നുന്നു. മനുഷ്യൻ എല്ലാ അവസരങ്ങളും ഇന്ന് ഏറ്റവും ആഘോഷപൂർവ്വമാണ് കൊണ്ടാടുന്നത്. നമ്മുടെ സമയമൊക്കെ ഏറ്റവും ക്രിയാത്മകമായിട്ട് ചെലവഴിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാകുന്നുണ്ട്. അപ്പം ഈ ഒരു ഡിസംബർ 31 നൽകുന്ന പ്രതീക്ഷ, എല്ലാ ന്യൂ ഇയറും ഒരു പ്രത്യാശയുടേതാണ്, പ്രതീക്ഷയുടേതാണ്. ഓരോ പുതുവർഷത്തെയും നമ്മൾ അങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത്. നന്മകൾ മാത്രം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വർഷമാകട്ടെ അടുത്ത 2026 എന്നുള്ളത് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ ന്യൂ ഇയർ ആഘോഷം ഏറ്റവും ഗംഭീരമായി ഏറ്റവും സന്തോഷത്തോടെ നടത്തുന്നതിന് പല്ലേഡിയത്തിന്റെ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പലേഡിയം കൺവെൻഷൻ സെന്റർ ജനറൽ മാനേജറും ഡയറക്ടറുമായ കൃഷ്ണപ്രസാദ് V. നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. മ്യൂസിക്, കോമഡി, DJ, ഡാൻസ്, ഫംഗ്ഷൻ വിത്ത് ഡിന്നർ തുടങ്ങി വിവിധ കലാപരിപാടികൾ നടക്കും. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം, അനുശ്രീ, കോമഡി ഉത്സവം കോമഡി താരം അശ്വന്ത്, സോണി TV വിന്നർ, ഡാൻസ് ടീം, പ്രശസ്തമായ DJ, ടോപ്പ് സിംഗർ ഓർക്കസ്ട്ര തുടങ്ങി നിരവധി കലാകാരന്മാരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പലേഡിയം കൺവെൻഷൻ സെന്റർ മാനേജർ മുരളീധരൻ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് നമ്മൾ പലേഡിയം 360 ഡിഗ്രി കൺവെൻഷൻ സെൻറ്റർ നമ്മൾ 2 വർഷം പൂർത്തീകരിച്ചു. ഇത് 3-ാം വർഷത്തേക്ക് കടക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ നമ്മളെ ഉദ്ഘാടന ശേഷം ഫസ്റ്റ് ഇയർ നമ്മൾ 31st നമ്മൾ ന്യൂ ഇയർ പ്രോഗ്രാം വെച്ചിരുന്നു. അതിഗംഭീരമായ അഭിപ്രായങ്ങളുടെ പ്രകാരം നമ്മൾ ഇപ്രാവശ്യം കൂടി നമ്മൾ പലയിടത്തിൽ വെച്ചിട്ട് ന്യൂ ഇയർ പ്രോഗ്രാം അനൗൺസ് ചെയ്തു. അതിൻ്റെ ടിക്കറ്റ് ലോഞ്ചിങ് ഫംഗ്ഷൻ നമ്മളെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാട് ഫുഡ് ബ്ലോഗർ സുധി നമ്മളെ കാഞ്ഞങ്ങാടിൻ്റെ ചെയർപേഴ്സൺ സുജാതയ്ക്ക് നൽകി ടിക്കറ്റിൻ്റെ ലോഞ്ചിങ് ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസം, ഇനി 28 ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മളെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ കലാസ്നേഹികളെയും സംഗീതപ്രേമികളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ പങ്കെടുക്കുന്നത് വളരെ പ്രശസ്തരായ സിംഗേഴ്സ് ഉണ്ട്. നമ്മളെ ഐഡിയ സ്റ്റാർ സിംഗർ ബൽറാം, അതുപോലെ തന്നെ അനുശ്രീ, അതുപോലെ തന്നെ കോമഡി ഉത്സവത്തിലെ സ്പോട്ട് ഡബിങ്ങിൽ വളരെ വളരെ ഹിറ്റായി നിൽക്കുന്ന നമ്മളുടെ അശ്വന്ത്. കൂടാതെ അതിൽ നമ്മളെ പ്രോഗ്രാം നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മളെ ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖരായ എല്ലാ ഇവൻറ്റിലെയും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജിബിയ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സോണി TV കൂടി വിന്നറായിട്ടുള്ള ഡാൻസ് ടീം, അതുപോലെ തന്നെ DJ, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രബലനായ DJ പെർഫോമർ നമ്മളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ നമ്മളെ ടോപ്പ് സിംഗേഴ്സിലെ പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓർക്കസ്ട്ര ടീം നമ്മുടെ ജയരാജേട്ടനും ടീമുണ്ട്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു നൈറ്റായിരിക്കും. അതായത് എല്ലാവർക്കും ജീവിതത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും അന്ന് ന്യൂ ഇയർ. എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് ഇനി അടുത്ത വർഷം വളരെ മനോഹരമാവട്ടെ എന്നുള്ളത്. അതുകൊണ്ട് 100% പലയിടത്തിൻ്റെ പേരിലും എനിക്കും ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങൾക്ക് ഈ വരുന്ന ഓരോ ആൾക്കാർക്കും വളരെ നല്ല രാത്രിയായിരിക്കും. നിങ്ങൾക്ക് പുതിയൊരു വർഷം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ നല്ല സന്ധ്യ ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വൈകുന്നേരം 6 മണിക്ക് തന്നെ എത്തുക. അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ പലയിടത്തിൻ്റെ സൈറ്റിൽ വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവിധ സഹായസഹകരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കുചേർന്ന് വളരെ നല്ല ഒരു ന്യൂ ഇയർ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പലേഡിയം കൺവെൻഷൻ സെന്റർ MD ഡോക്ടർ മണികണ്ഠൻ മേലത്ത് നിർധനരായ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നു. അതിന്റെ പ്രഖ്യാപനം വേദിയിൽ വെച്ച് നടക്കും. പലേഡിയം കൺവെൻഷൻ സെൻറ്ററിൻ്റെ MD ഡോക്ടർ മണികണ്ഠൻ മേലത്ത് അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഒരു പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കാതെ അദ്ദേഹത്തിന് മുമ്പിലെത്തുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അദ്ദേഹത്തിൻ്റെ പരമാവധി കഴിയാവുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ
എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന തുടങ്ങിയത് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന ഒരാളെയും അദ്ദേഹം തിരിച്ചു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ന്യൂ ഇയർ പ്രോഗ്രാമിൻ്റെ അന്ന് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ഒരു കുടുംബത്തിന് ഞങ്ങളത് ഓൾറെഡി അതിൻ്റെ വീടിൻ്റെ പണി കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മണിസാറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അവരുടെ ഒരു മനസ്സുകൊണ്ട് തന്നെ ഒരു സാധാരണ ഏറ്റവും വളരെ സാധാരണമായ ഒരു കുടുംബത്തിന് ഞങ്ങൾ വീട് വെച്ച് നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം എന്ന് കഴിഞ്ഞാൽ ഈ ന്യൂ ഇയർ പ്രോഗ്രാമിൽ വളരെ വളരെ സന്തോഷം ഞങ്ങൾക്ക് കൂടുതൽ വരുന്നത് ഈ ഒരു വീട് കൂടി ഞങ്ങൾക്ക് നൽകാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കുചേരുക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗീതാ ജയന്തിയോടനുബന്ധിച്ച് മാവുങ്കാൽ ആനന്ദാശ്രമത്തിൽ നടന്ന ഭാഗവത് ഗീത ക്യാമ്പിൽ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിലെ കുട്ടികൾ പങ്കെടുത്തു. ഗീതാ ജയന്തിയോടനുബന്ധിച്ച് മാവുങ്കാൽ ആനന്ദാശ്രമത്തിൽ നടന്ന ഭഗവത്ഗീത ക്യാമ്പിൽ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിലെ കുട്ടികൾ പങ്കെടുത്തു. നിത്യജീവിതത്തിൽ ഭഗവത്ഗീതയുടെ പ്രസക്തി അത് വ്യക്തിപരമായ വളർച്ചയ്ക്കും മാനസിക സമാധാനത്തിനും സഹായിക്കുന്നു എന്നതാണ് പരിപാടിയുടെ ആശയം. 50ഓളം കുട്ടികളും അധ്യാപകരും ക്യാമ്പിൽ പങ്കെടുത്തു. ശ്രീധരൻ മാസ്റ്റർ ക്ലാസ് കൈകാര്യം ചെയ്തു. ഉപേക്ഷിക്കുന്നതാണ് കർമ്മയോഗം ശ്രദ്ധാഭക്തിയോടെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് വായിക്കുമ്പോൾ മനസ്സിലാവും. നഗരവാസികളായ 2 ബാല്യകാല സുഹൃത്തുക്കൾ വ്യത്യസ്ത ജീവിതപാതകൾ തിരഞ്ഞെടുത്തു. ഒരാൾ സന്യാസം സ്വീകരിച്ച് ധ്യാനത്തിനായി ഹിമാലയത്തിലേക്ക് പോയി. മറ്റൊരാൾ ലൗകിക ജീവിതത്തിൽ തന്നെ സത്യസന്ധതയോടെ ഒരു ചെറിയ ബിസിനസ് നടത്തി കുടുംബത്തെയും സമൂഹത്തെയും സേവിച്ചു. ഒരാൾ എന്താ ചെയ്തേ? ഹിമാലയത്തിലേക്ക് പോയി. മറ്റേ ആളുകൾ തന്നെ ഒരു ചെറിയ ബിസിനസ് ഒക്കെ നടത്തി, പക്ഷെ ചെയ്യുന്നതൊക്കെ സത്യസന്ധമായി. ആശ്രമത്തിലെ പൂജനീയ സ്വാമിജി മുക്താനന്ദ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയ കണ്ടം മൊട്ടമ്മൽ തറവാട് ശ്രീ കാളിക്കാൽ ഭഗവതി വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പുതിയ കണ്ടം മൊട്ടമ്മൽ തറവാട് ശ്രീ കാളിക്കാൽ ഭഗവതി വിഷ്ണുമൂർത്തി ദേവസ്ഥാന പുനഃപ്രതിഷ്ഠാ ദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ അനുഗ്രഹം തേടി ക്ഷേത്രസന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതി ആഘാതമേറ്റ് കർഷകൻ മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ചെമ്മട്ടംവയൽ അടമ്പിൽ സ്വദേശി എ കുഞ്ഞിരാമൻ ആണ് മരിച്ചത്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതോടെ നാം ലോകത്തിനു മുന്നിൽ മാതൃകയായിരിക്കുകയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ KK ശൈലജ ടീച്ചർ MLA പറഞ്ഞു. LDF പടന്ന പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും മുണ്ട്യ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ഇടത് വലത് മുന്നണികളാണെന്ന് കർണാടകയിലെ BJP നേതാവ് നളീൻ കുമാർ കട്ടീൽ. പൈവെള്ളികെ പഞ്ചായത്ത് BJP പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് കലക്ടറേറ്റിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെയർഹൌസ് തുറന്നു. തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി തുടങ്ങി. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. KPPA ജില്ലാ പ്രസിഡന്റ് H ഹരിഹരൻ പതാക ഉയർത്തി. സമ്മേളനം KPPA സംസ്ഥാന ജനറൽ സെക്രട്ടറി T സുഹൈബ് ഉദ്ഘാടനം ചെയ്തു. മുട്ടുന്തല മഖാം ഉറുസിന് തുടക്കമായി. സമസ്ത സംസ്ഥാന പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തു ഗാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടശ്ശേരി കുന്നുമേൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര പ്രതിഷ്ഠാദിന ഉത്സവം ഭക്തിയുടെ നിറവിൽ സമാപിച്ചു. കളിയാട്ട മഹോത്സവം 11 മുതൽ 16 വരെ തീയതികളിലായി നടക്കും.
ഈ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.